2022 നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിൽ പറഞ്ഞത് 0-ൽ നിന്നാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയത്. അത് കൃത്യമായി ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെയാണ്, കൃത്യമായി ത്രിപുരയിൽ ഗ്രൗണ്ട് മാനേജ് ചെയ്ത് തന്നെയാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കിയത്. അതാണ് പത്മനാഭൻ. മന്ത്രി സാറേ, പത്മനാഭൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആട്ടിമൂടി പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ആ ചുവന്ന് തുടുത്തിരുന്ന ത്രിപുര ഇപ്പോൾ എങ്ങനെയാണ്? കാവി പുതച്ച് കിടക്കുകയാണ്. അവിടെ കോൺഗ്രസിനെ പൊടിയുണ്ട്, അതായത് അനിക്സ്പ്രേ പോലെയായി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലായി ത്രിപുരയിലെ കോൺഗ്രസ്. കേരളത്തിലും അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇവിടെ BJP അധികാരത്തിൽ വരികയും ചെയ്യും. അത് കാണാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും താങ്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും സീറ്റ് ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് സീറ്റുള്ള സാഹചര്യത്തിലേക്ക് വരുമോ? അതാണല്ലോ ചോദ്യം. അത് വരും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച മറുപടി. കാരണം ബീഹാറിൽ BJPക്ക് അനുകൂല സാഹചര്യമായിരുന്നു. ഇന്നലെ ഇപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബീഹാറിൽ BJP മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 6 പതിറ്റാണ്ടോളം കാലം കോൺഗ്രസിന് അവിടെ എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച് കയ്യിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി എന്നുണ്ടെങ്കിൽ ദുർബലമാകുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ BJP വളരുമോ BJP ഒരിക്കലും വളരില്ല, കേരളത്തിൽ ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബീഹാറിൽ കണ്ടത് തന്നെ ഇവിടെയും കാണേണ്ടി വരും. യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അത് വെറും തോന്നല. അപ്പോൾ ബംഗാളിലേക്ക് വരാം. പശ്ചിമ ബംഗാൾ 34 വർഷം തുടർച്ചയായി ഭരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ 10 വർഷം ആകുന്നതേ ഉള്ളൂ, 3-ാം ഊഴത്തിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇടതുപക്ഷം അവരുടെ പ്രതീക്ഷ അനുസരിച്ച് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ 15 വർഷം പൂർത്തിയാകുമ്പോൾ ബംഗാൾ ആവർത്തിക്കൂടെ? ഉറപ്പാണ്. കാരണം എത്രത്തോളം എന്ന് വെച്ചാണ് ആളുകളെ പറ്റിക്കാൻ കഴിയുക. അപ്പോൾ ഇത് ജനകീയ സർക്കാരാണ്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ബംഗാളിൽ ആയിരുന്നില്ലേ? ബംഗാളിൽ 34 വർഷം ഇടതുപക്ഷമായിരുന്നു. അതപ്പോൾ ജനകീയ സർക്കാർ ആയിരുന്നില്ല എന്ന് അൻവർ സാർ പറയുകയാണെങ്കിൽ, അല്ല, താങ്കൾക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. BJPയുടെ ചെപ്പടി വിധി ഒന്നും കേരളത്തിൽ പാസ്സാവില്ല. കേരളത്തിലെ നല്ല രാജ്യത്തെ ഒരു സ്ഥലത്തെയും ആളുകളെ പൈസക്ക് വോട്ട് എന്ന് പറയുന്നത് ശരിയല്ല. കാണാ പോലെ വളർന്നല്ലോടാ. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേകം അന്തസ്സൊക്കെ ഉണ്ടാവുന്നേ? ശരിയല്ല. താങ്കൾ അപ്പോൾ താങ്കൾ പണം തരുന്നവർക്കാണോ വോട്ട് ചെയ്യുന്നത്? അല്ലല്ലോ, ഞാൻ എന്തായാലും അങ്ങനെയല്ല. താങ്കൾ പണം കിട്ടുന്നവർക്കാണോ വോട്ട് ചെയ്യുന്നത്? ഞാൻ എന്തായാലും അങ്ങനെയല്ല. രാജ്യത്തെ ഒരാളും അങ്ങനെയല്ല. രാജ്യത്തെ ഒരാളും അങ്ങനെയല്ല. ഇയാളെന്താണ് പറയണത്? അയാൾ എന്തെങ്കിലും പറയട്ടോ. ഈ രാജ്യത്ത് 10,000 കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ 64 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ താങ്കൾക്ക് പറഞ്ഞത് അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ മനസ്സിലാക്കി പോകണം. മുഖ്യമന്ത്രി, ഞാനത് പറഞ്ഞോട്ടെ, എന്റെ അവസരമാണ്. മഹിളാ റോസ്ഗാർ യോജന, ആ പദ്ധതിയുടെ ഭാഗമായി അത് സ്ത്രീകൾക്ക് 1.5 കോടി. ഇയാൾക്ക് എന്താണ് വയ്യേ? അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. പറയട്ടെ വോട്ട് വാങ്ങിച്ചു എന്ന് പറയല്ലേ? അത് തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. രാജ്യത്തെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് വോട്ട് വാങ്ങിച്ചു എന്നുള്ള വാദം. അത് ശരിയല്ല. ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഞാൻ തുടരുകയാണ് മാഡം. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നു, അണ്ടർവെയറിൽ നീലം മുക്കുന്നു ഒരേ പോലെ. അവിടെ അപ്പോൾ കൃത്യമായി വികസനം നടപ്പാക്കിയാൽ വികസനത്തിനൊപ്പം ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് വിവിധയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുക്കും, നമുക്ക് കാണാം എന്ന് പറഞ്ഞവരൊക്കെ, സുരേഷ് ഗോപി തൃശ്ശൂർ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്ലാൻ വിജയിക്കുമോ, അല്ലെങ്കിൽ കേരളത്തിൽ BJP വളരുമോ എന്ന് ചോദിക്കുന്നപ്പുറം കേരളത്തിലെ BJPയുടെ വളർച്ച അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.